തലവടി, പായിപ്പാടൻ, കാരിച്ചാൽ, നടുവിലെ പറമ്പനാണ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത്. നമുക്ക് അവർ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന, ഒരുപക്ഷെ ഫുട്ബോളിലെ അർജന്റീനയും ബ്രസീലും മാറ്റുരയ്ക്കുന്നത് പോലെയുള്ളൊരു മത്സരം. അർജന്റീനയും, അതായത് നമ്മുടെ മെസ്സിയും നെയ്മറും റൊണാൾഡോയും കിലിയൻ എംബാപ്പയും 4 പേരും ചേരുമ്പോൾ എങ്ങനെയാണോ ഒരു മത്സരം ആവേശകരമാകുന്നത്, സമാനമായ രീതിയിലുള്ള മത്സരമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. മനോഹരമായ ഒരു ഫൈനലിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ലൂസേഴ്സ് ഫൈനലാണ്. തലവടി, പായിപ്പാടൻ, കാരിച്ചാൽ, നടുവിലെ പറമ്പൻ അവരുടെ ട്രാക്കുകൾ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. തുടങ്ങി വള്ളങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. തുഴകൾ പുന്നമടക്കായലിന്റെ ഓളങ്ങളെ കീറിമുറിച്ച് തുടങ്ങിയിരിക്കുന്നു. പായിപ്പാടാണോ, തലവടിയാണോ, കാരിച്ചാലാണോ, നടുവിലെ പറമ്പനാണോ ഫിനിഷിംഗ് ടൈം തൊടുക എന്നുള്ള അത്യുത്സാഹത്തോടെ ആകാംക്ഷയോടെ കാണികൾ കരകളിലെ ഇരു കരകളിലുമായി ആർത്തുലസിക്കുകയാണ്. ആർപ്പോ യൂറോ വിളികൾ നല്ല മനോഹരമായ സ്റ്റാർട്ടിംഗ് ആണ്. കാഴ്ച പുന്നമടയിൽ നിന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ നോക്കൂ, ലൂസേഴ്സ് ഫൈനലിന് മുമ്പുള്ള ഫൈനലാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫൈനലിന് മുമ്പുള്ള ഫൈനലിന്റെ ദൃശ്യങ്ങൾ കാണൂ. ആവേശത്തോടെ എറിഞ്ഞുകൊണ്ട് വരുന്നത് ജലരാജാക്കന്മാരാണ്, നാഗരാജാക്കന്മാരാണ്. പുന്നമടക്കായലിനെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞു വരികയാണവർ. ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലവടിയും പായിപ്പാടനും കാരിച്ചാലും നടുവിലെ പ്രവനും നിശ്ചയമാണ് പ്രമോദേ, ഇതിൽ കാരിച്ചാലായിരിക്കും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്, അല്ലെ? കാരിച്ചാലാണോ? നമുക്ക് ട്രാക്കുകൾ അറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ട്രാക്കിൽ അല്ലേ? ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ള വള്ളം എന്ന് വേണമെങ്കിൽ കാരിച്ചാലിനെ വിളിക്കാം. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ. ഞങ്ങൾ ഇപ്പോഴും പിന്നോട്ടല്ല, ഞങ്ങൾ ഇപ്പോഴും കളിക്കളത്തിൽ തന്നെയുണ്ട്, കളത്തിൽ തന്നെയുണ്ടെന്ന് വീറുറ്റ വാക്കു മാത്രമല്ല, വീറുറ്റ കളിയോടെ തന്നെ ബോധ്യപ്പെടുത്തിയാണ് കാരിച്ചാൽ. നോക്കൂ, വള്ളംകളിയുടെ മോഹൻലാലാണ്, ചുണ്ടൻ വള്ളങ്ങളിലെ മോഹൻലാലാണ്. ഞങ്ങളുടെ കുട്ടനാട് പറയും കാരിയാണ്, കാരി പോലെ കുതിക്കുകയാണ്. ആണോ മുന്നിൽ? ചെറിയ പ്രശ്നം, ഇത് 4 വള്ളം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 3 വള്ളം തുഴഞ്ഞു വരുന്നുള്ളൂ. അതെ, ബാക്കി ഒരു വള്ളം, ആ വള്ളം തലവടിയാണെന്ന് മുമ്പ് അനൗൺസ് ചെയ്ത രീതിയിലാണ്. തലവടി വന്നിട്ടില്ല ഇതിനകത്ത്. തലവടി വന്നിട്ടില്ല. നടുവിലെ പറമ്പനുണ്ട്, കാരിച്ചാലുണ്ട്, പായിപ്പാടുണ്ട്. പക്ഷേ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന നമ്മുടെ റിപ്പോർട്ടറുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാണേണ്ട സ്ഥലത്ത് കാരിച്ചാൽ, പായിപ്പാട്, അതാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്, കാരിച്ചാൽ വള്ളം, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തന്നെയാണ് ഇത്തവണ. പായിപ്പാട്, അതെ, അങ്ങനെ 3 വള്ളങ്ങളാണ് തുടരുന്നത്. പായിപ്പാടനുണ്ട്. അപ്പൊ നടുവിലെ പറമ്പിനില്ലെന്നാണോ? തലവടിയെ കാണുന്നില്ല. നമ്മുടെ പ്രമോദ് വെളിനാട് പാട്ടെഴുതിയ തലവടി എവിടെ? അവരും തലവടി പരാതി കൊടുത്തിട്ടുള്ളവരുടെ കൂട്ടത്തിലാണ്. മത്സരിക്കാതെ പിന്മാറിയോ? പ്രതിഷേധമാണോ എന്നറിയില്ല. നിലവിൽ പ്രേക്ഷകരെ നോക്കൂ, പായിപ്പാടനും കാരിച്ചാലും നടുവിലെ പറമ്പിനുമാണ് ഏറ്റുമുട്ടുന്നത്. ഒരു ട്രാക്കിൽ മത്സരിക്കേണ്ടിയിരുന്ന തലവടിയെ ഈ ലൂസേഴ്സ് ഫൈനലിൽ കാണാനില്ല. പ്രേക്ഷകരെ ആവേശക്കുതിപ്പാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. ലൂസേഴ്സ് ഫൈനലായിക്കോട്ടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലായിട്ട് കളിയാണെങ്കിൽ ഞങ്ങൾ കളിച്ചിരിക്കും എന്നുള്ള ഉത്സാഹത്തോടെ തന്നെയാണ് എല്ലാ കളിക്കാരും ആ വള്ളത്തിലുള്ളത്. എല്ലാ തുഴച്ചിൽക്കാരുടെ തുഴ തന്നെ നോക്കി അറിയാം. ഡോക്ടർ അരുൺ, ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. ആകാശ ദൃശ്യങ്ങൾ നോക്കൂ, മനോഹരമായ ആകാശ ദൃശ്യം. ഫോട്ടോ ഫിനിഷാണ്. മനോഹരമായ ഒരു ആകാശ ദൃശ്യമാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 വള്ളങ്ങളും ബലാബലം തോളോട് തോൾ ചേർന്ന് എല്ലാ ചുണ്ടുകളും മുട്ടിയാണ് അവർ ഫിനിഷിംഗ് ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കരയുടെ ഇരുഭാഗത്തും ആർപ്പ് വിളിക്കുന്നുണ്ട് കാണികൾ, വള്ളംകളി പ്രേമികൾ, ആരാധകർ. തീർച്ചയായിട്ടും ഇവിടെ ആവേശം ആകാശത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈ ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ആ പങ്കെടുക്കുന്നതിന്റെ പിന്നിൽ ഒരു വീര്യമുണ്ട്. നാട്ടിലേക്ക് ട്രോഫിയുമായി തിരിച്ചു ചെല്ലുക എന്ന് വാക്ക് കൊടുത്തിട്ട് തന്നെയാണ്, തീർച്ചപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ വള്ളങ്ങളുടെ വരവ്. ഈ സീസണിൽ വേറൊരു പ്രത്യേകതയുണ്ട്. കുമരകത്തിന്റെ 2 ടീമാണ് മത്സരിക്കുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന് 2ആയി മാറിക്കൊണ്ട് ഇമാനുവൽ ബോട്ട് ക്ലബും പായിപ്പാട് ബോട്ട് ക്ലബും. അതിന്റെ നടുക്ക് ജലചക്രവർത്തിയാണ് കിടക്കുന്നത്. കുമരകത്തിന് 2 വള്ളങ്ങളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ നേരത്തെ ഞങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്. കാരിച്ചാൽ ചെയ്തത് എന്തെന്ന് വെച്ചെന്നാൽ പലപ്പോഴും പല ബോട്ട് ക്ലബുകൾക്കും ഈ വള്ളത്തിൽ നൽകുമായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല,
അവിടുത്തെ ആൾക്കാർ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് ഈ ചുണ്ടനെ നമ്മുടേതാക്കി മാറ്റണം, മറ്റാർക്കും വേണ്ടി ഈ കുറി കൈയടിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ നിന്നത്. വായ്പാടന്റെ ഒരു വരവ്, കാരിച്ചാലിന്റെ ഒരു വരവ്, ഇത് കണ്ടോ ആകാശത്തേക്ക് നിങ്ങൾ നോക്കൂ, ആകാശം താഴെ ഇറങ്ങി വന്നിരിക്കുന്നു, ജെറ്റുകൾ പോകുന്നു, ജെറ്റുകളാണ് പറക്കുന്നത്, പുന്നമടക്കായലിലൂടെ ജെറ്റുകൾ പറക്കുന്നു. കുമരകത്തിന്റെ ശക്തരായ വള്ളം പായിപ്പാട്, കരിച്ചാല്, നടുവിലപ്പറമ്പൻ, ഇതിൽ ആര് ജയിക്കും? 1, 2, 3 വരവ്. പായിപ്പാട് വള്ളത്തേലെ അവർ ഒരു ടീമാ രണ്ടായി മാറിയത്. അത് അങ്ങനെ ഇത് അത്ഭുതമാണ്. ഇതെന്താ സംഭവിച്ചത്? വള്ളം ഫിനിഷ് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ അറിയാം. ഇതിന് കറക്റ്റ് ഫോട്ടോ ഫിനിഷ് വരുമ്പോൾ പറയാം. ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഫിനിഷിൽ ഇല്ല, പായിപ്പാട് ജയിക്കും. ഓക്കെ, ഫോട്ടോ ഫിനിഷിൽ നമുക്ക് ഇപ്പോൾ പായിപ്പാടാണ് തെല്ല് മുന്നിൽ എന്ന് നമുക്ക് നോക്കാൻ വണ്ണം. അത് പഴയ ഇല്ലിക്കളം തൊട്ടില്ല എന്ന് ഓർത്തിട്ടാണ് വന്നത്. ചിത്രത്തിലില്ലാത്തൊരു വെള്ളം വന്ന് കയറിയത്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ നടുവിലെ ജലരാജാവിന് അല്പം ഒന്ന് പിന്നിലാക്കി കയറി വരുമ്പോൾ നോക്കൂ അവന്റെ വരവ്. ആ വരവിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിൽ വിജയാരെന്ന് പറയാൻ പറ്റുന്നുണ്ട്. എങ്കിലും അഭിമാനമാണ് ഇവർക്കെല്ലാം. ഇങ്ങനെ വന്ന് പങ്കെടുക്കാം. ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. UBC കൈനകരി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ്. പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷെ അവര് ലൂസേഴ്സ് ഫൈനലിൽ പോലും കളിക്കാൻ നിന്നിട്ടില്ല. എന്താണ് കാരണമെന്നറിയില്ല. തലവടി UBC പരാതി പരിഗണിച്ചാൽ നടുഭാഗം പിന്മാറിയാൽ അവസരം കിട്ടിയ UBC അവസരം കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാടകീയമായ ഒരു ഫൈനലാണോ നമ്മൾ കാത്തിരിക്കാൻ? UBC സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിസ്സാരമല്ലായിരിക്കും. അനുഭവസ്ഥർ അങ്ങനെ ഒരു അതാണ് ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പരാതി കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും അനുസരിച്ച് പെരുമാറുക, മാന്യമായി വള്ളംകളി കളിക്കുക. രണ്ടാമത്തെ കാര്യം ഉണ്ടായി. ഇപ്പൊ UBC കൈനഗരി ഈ ലൂസേഴ്സ് ഫൈനൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടുന്നോ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നടുഭാഗത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തേക്കാം. തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവർ ലൂസേഴ്സ് ഫൈനൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പൊ തലവടി ചുണ്ടലിൽ മത്സരിച്ച UBC യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ്, കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയ വികാരമായിട്ടുള്ള UBC, ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ക്ലബ്ബ്, ഈ മാസ്റ്ററിലൊക്കെ കണ്ട് നമ്മൾ പുളകച്ചാർത്ത് അടിയിക്കുമ്പോൾ അത് തുടങ്ങി വെച്ച ഒരു ക്ലബ്ബ്. ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഈ ട്രാക്കിലേക്ക്, പുന്നമട ട്രാക്കിലേക്ക് ഏത് ഒരു കാര്യമുണ്ട് ഡോക്ടർ അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈമിംഗ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മാത്രമല്ല ഡോക്ടർ അരുൺ ഒറ്റ കാര്യം നമ്മളൊരു കാര്യം പരിശോധിച്ചാൽ തലവടി ചുണ്ടന്റെ സമയം 4 മിനിറ്റ് 23 സെക്കൻഡ്. നടുഭാഗം അയോഗ്യരാക്കപ്പെടുകയാണെങ്കിൽ 4ാമത്തെ ടീമായി തലവടി ചുണ്ടന്റെ UBC കൈനകരിക്ക് ഇന്നാകാൻ പറ്റും ഫൈനലിലേക്ക്. അറിയിക്കും, അതിനനുസരിച്ചായിരിക്കും ഫൈനൽ. തീർച്ചയായിട്ടും PBCയും പുന്നമട ബോട്ട് ക്ലബ്ബും അതിനെ പ്രതിരോധിക്കാനുള്ള സാധ്യത. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാടകീയമായ ഒരു ഫൈനലിലേക്കാണോ? പക്ഷെ അപ്പോഴേക്കും ഫൈനലിലെ ട്രാക്കുകൾ ഉണർന്നു കഴിഞ്ഞു അല്ലേ?